നമസ്തേ, ഞാൻ എം നിഖിൽകുമാർ. IPL ആവേശത്തിലേക്ക് സ്വാഗതം. IPL-ൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് 60 റൺസിൻ്റെ തകർപ്പൻ ജയം. RCB ഉയർത്തിയ 242 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇറങ്ങിയ പഞ്ചാബ് 17 ഓവറിൽ 181 റൺസിന് പുറത്താവുകയായിരുന്നു. 27 പന്തിൽ 61 റൺസടിച്ച റിലി റൂസോയാണ് പഞ്ചാബ് നിരയിൽ തിളങ്ങിയത്. RCBയുടെ തുടർച്ചയായ 4ാം ജയമാണ് ഇന്നലത്തേത്. തകർത്തടിച്ച കോഹ്ലിയുടെയും രജത് പട്ടിദാറിൻ്റെയും ക്യാമറൂൺ ഗ്രീനിൻ്റെയും മികവിൽ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് ബംഗളൂരു 241 റൺസ് അടിച്ചുകൂട്ടിയത്. ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നാൽ ഏറ്റവും ശ്രദ്ധേയകരമായത് വിരാട് കോഹ്ലിയുടെ പ്രകടനം തന്നെയാണ്. 47 പന്തിൽ 92 റൺസാണ് വിരാട് കോഹ്ലി അടിച്ചുകൂട്ടിയത്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൻ്റെ വിലയിരുത്തലിലേക്ക് കടക്കുകയാണ്. നമ്മോടൊപ്പം BCCIയുടെ മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ P. രംഗനാഥൻ ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ഇന്നലത്തെ മത്സരം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഒരു പ്ലേ ഓഫിലേക്ക് ഒരു സാധ്യത, വിദൂര സാധ്യതയെങ്കിലും അതിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടുകയാണ് RCB ഇന്നലെ ചെയ്തത്. അതൊരു മികച്ച പ്രകടനം തന്നെ. ഒരു തുടർച്ചയായ ഒരു 4ാം ജയം RCB സ്വന്തമാക്കിയിരിക്കുകയാണ്. അതിന് മുൻപുള്ള ഏതെങ്കിലും ഒരു മത്സരത്തിൽ ഇതുപോലത്തെ ഒരു പ്രകടനം RCB പുറത്തെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷേ RCBക്ക് സുഖമായി തന്നെ പ്ലേ ഓഫിലേക്ക് കടക്കാമായിരുന്നു. എന്തായാലും ഇന്നലത്തെ ഒരു മത്സരത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മികച്ചൊരു വിജയം, അതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ധർമ്മശാല, ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ഗ്രൗണ്ടിൽ ആതിഥേയരായിട്ടുള്ള പഞ്ചാബിനെതിരെ നേടിയ വിജയം തീർത്തും ഏറ്റവും മികച്ച ഒരു വിജയമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു കമ്പൈൻഡ് എഫേർട്ട്, ഒരു ടീം എഫേർട്ടായിട്ടാണ് ഇന്നലെ RCBയുടെ ഒരു വിജയത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി നേടിയില്ലെങ്കിലും ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കാനായിട്ട് ആ 92 റൺസ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. അത് മാത്രമല്ല, രജിത് പത്തിദാർ, അദ്ദേഹം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് T20 ക്രിക്കറ്റിൽ RCBക്ക് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റർ. അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി, ഏറ്റവും മികച്ച രീതിയിൽ പന്തെറിഞ്ഞ മുഹമ്മദ് സിറാജ്, അതും എടുത്തു പറയണം. കാരണം അദ്ദേഹവും അദ്ദേഹത്തിന്റെ താളം കണ്ടെത്തിയിരിക്കുന്നു. RCBയുടെ ബൗളർമാരും ഇന്നലെ ഏറ്റവും മികച്ച രീതിയിൽ പന്തെറിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രകടനം അവർ തുടക്കത്തിലുള്ള IPL മത്സരങ്ങളിൽ പുറത്തെടുത്തിരുന്നെങ്കിൽ പ്ലേ ഓഫ് സാധ്യത നിലനിർത്തുന്നതല്ല, പ്ലേ ഓഫ് സാധ്യത വരുന്ന ഒരു ടീമായിട്ട് RCBക്ക് മാറാൻ സാധിച്ചിരുന്നു. ഇപ്പോ ഒരു വളരെ താമസിച്ചു പോയി എന്ന് തന്നെ പറയണം. കാരണം ഇനിയും പല മത്സരങ്ങളും ഓരോരുത്തരും വിജയിക്കുന്നതും തോൽക്കുന്നതും അനുസരിച്ചായിരിക്കും RCBയുടെ ഒരു സാധ്യത. എങ്കിൽ തന്നെയും ഓരോ മത്സരവും IPL-ലെ നിർണായകമാണ്. ഇന്നലെ നേടിയ വിജയം RCBക്ക് തീർച്ചയായിട്ടും ഇനിയുള്ള അവശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഭാരതത്തിന് വേണ്ടി ലോകകപ്പ് കളിക്കാൻ പോകുന്ന താരങ്ങളായിട്ടുള്ള വിരാട് കോഹ്ലിയും മുഹമ്മദ് സിറാജും അവരുടെ ആ ഫോം മികവ് പുറത്തെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ആശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും അത് തന്നെയാണ്. കാരണം RCB പലപ്പോഴും മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കാറുണ്ട്. ഇന്നലെയും അതിന് അത് സമാനമായ രീതിയിലുള്ള പ്രകടനം തന്നെ RCBയുടെ ഭാഗത്തു നിന്നുണ്ടായി. വിരാട് കോഹ്ലി അദ്ദേഹത്തിന് അർഹിച്ച ഒരു സെഞ്ചുറി ഇന്നലെ നഷ്ടമായെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു മികച്ച പ്രകടനം തന്നെയായിരുന്നു. ഒപ്പം തന്നെ രജത് പട്ടിദാർ എന്ന യുവതാരം, അതുപോലെ തന്നെ ക്യാമറൂൺ ഗ്രീൻ, അതായത് മുംബൈയിൽ നിന്ന് മോഹവില കൊടുത്ത് RCB ടീമിലെത്തിച്ച ക്യാമറൂൺ ഗ്രീൻ, ഈ 3 പേരുടെയും പ്രകടനം ഇന്നലെ നിർണായകമായി അല്ലേ? തീർച്ചയായിട്ടും അവിടെയാണ് ബാറ്റർമാർ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് RCBക്ക് പല മത്സരങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പെർഫോം ചെയ്യുന്ന ഒരു ശൈലി. ഇന്നലെ അതിന് സമാനമായ രീതിയിൽ വിരാട് കോഹ്ലിയുടെ മികച്ച ഒരു ഇന്നിങ്സ്, അദ്ദേഹത്തിന് സെഞ്ചുറി നേടാൻ സാധിച്ചില്ലെങ്കിലും ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സ് ആയിട്ട് തന്നെ നമുക്കത് പറയേണ്ടിയിരിക്കുന്നു. കാരണം രജിത് പട്ടിദാറിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം വിരാട് കോഹ്ലിയും ക്യാമറൂൺ ഗ്രീനും തമ്മിൽ, താങ്കൾ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത്, ഏറ്റവും വില കൊടുത്ത് മേടിച്ച ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ഗ്രീൻ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇന്നലെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അവസാന ഓവറുകളിലെല്ലാം തന്നെ ഒരു കൂറ്റൻ സ്കോറിലോട്ട് RCBനെ എത്തിക്കാനായിട്ട് ഈ ഇന്നിങ്സുകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് 3 ബാറ്റർമാരുടെ ഇന്നിങ്സ് വളരെ മികച്ചതായിരുന്നു. വളരെ നിർണായക ഘട്ടത്തിൽ അവർക്ക് ആ ബാറ്റിംഗ് മികവ് പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അതിലും ഉപരിയായിട്ട് RCBയുടെ ബൗളർമാർ, പ്രത്യേകിച്ച് ന്യൂസിലാൻഡിന്റെ ബൗളറായിട്ടുള്ള ഫെർഗൂസൺ, അദ്ദേഹത്തിന്റെ വിക്കറ്റ് നേട്ടം, അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ബോളിംഗ് മികവ്, കൂടാതെ ഭാരതത്തിന്റെ സിറാജിന്റെ 3 വിക്കറ്റ് നേട്ടം, അദ്ദേഹത്തിന്റെ ബോളിംഗ് പ്രകടനം. ഈ സിറാജിന്റെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം ഇപ്പൊ വിക്കറ്റ് എടുക്കുന്നു, റൺ അധികം വിട്ടുകൊടുക്കുന്നില്ല, അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എങ്കിലും RCBയുടെ ബൗളർമാരും ബാറ്റർമാരും പഞ്ചാബിനെതിരെ വളരെ ഒരു മികച്ച രീതിയിലുള്ള ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളത് ആശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്.
അതിനോടൊപ്പം പറഞ്ഞ ഈ പറയേണ്ടത് തന്നെയാണ് സിറാജിന്റെ പ്രകടനം. അപ്പോൾ ഹർഷദീപിന്റെ പ്രകടനം, സിറാജ് ഇന്നലെ 3 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. അപ്പോൾ ഹർഷദീപ് ഒരു വിക്കറ്റും സ്വന്തമാക്കിയിരുന്നു. അപ്പോൾ T20 ലോകകപ്പിലേക്ക് അടുക്കുമ്പോൾ ഈ രണ്ടുപേരുടെയും പ്രകടനം ടീം ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം തന്നെ നൽകുന്നുണ്ടല്ലേ? വളരെ വ്യക്തമാണ്. കാരണം അർഷദീപ് വളരെ ഒരു മികച്ച ബോളറാണ്, പ്രത്യേകിച്ച് ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ബോളിംഗ് മികവും ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരിക്കലും ഒരു റണ്ണ് വിട്ടുകൊടുക്കുന്ന ഒരു ബോളിംഗ് ശൈലിയല്ല അർഷദീപിന്റെ. പ്രത്യേകിച്ച് അവസാന ഡെത്ത് ഓവേഴ്സ് ബോൾ ചെയ്യാനായിട്ട് ഏറ്റവും നന്നായിട്ട് യോർക്കേഴ്സ് പന്തെറിയാനും കഴിവുള്ള ഒരു ബോളർ. അപ്പൊ അദ്ദേഹത്തിന്റെ ബോളിംഗും ഇന്നലെ ഏറ്റവും മികച്ച രീതിയിലായിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഭാരതത്തിന്റെ ടീം ലോകകപ്പ് കളിക്കാൻ പോകുമ്പോൾ സജ്ജമാവുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ അതൊക്കെയാണ്. ഇന്നലെ എന്തായാലും വിരാട് കോഹ്ലിക്ക് അർഹിച്ച ഒരു സെഞ്ചുറി നഷ്ടമാകുന്നു. അദ്ദേഹം 92 റൺസിന് പുറത്താവുന്ന ഒരു കാഴ്ച. ക്യാമറൂൺ ഗ്രീനിൻ്റെ ഒരു വെടിക്കെട്ട് പ്രകടനം, രജത് പട്ടീദാറിൻ്റെ ഒരു പ്രകടനം, അത് ഇന്നലെ RCBക്ക് ഒരു വലിയ വിജയം തന്നെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ മത്സരമാണ് നോക്കേണ്ടത്. IPL പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ഇറങ്ങുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസ് ആണ് എതിരാളികൾ. പ്ലേ ഓഫ് സാധ്യത മങ്ങിയ ഗുജറാത്ത് ആശ്വാസ ജയം തേടിയാണ് ഇന്ന് ഇറങ്ങുന്നത്. എന്നാൽ മറുവശത്ത് ചെന്നൈക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. സായ് സുദർശൻ്റെയും ശുഭ്മാൻ ഗില്ലിൻ്റെയും പ്രകടനം ഗുജറാത്തിന് നിർണായകമാകും. നായകൻ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ഫോമാണ് ചെന്നൈയുടെ പ്രധാന കരുത്ത്. ഇതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജയുടെ ഓൾറൗണ്ട് പ്രകടനവും ബൗളർമാരുടെ മികച്ച ഫോമും ചെന്നൈയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നുണ്ട്. പി രംഗനാഥൻ തുടരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ചെന്നൈ ഗുജറാത്ത് പോരാട്ടമാണ്. നമുക്ക് ആദ്യം ചെന്നൈയുടെ വശത്തേക്ക് വരാം. കാരണം ചെന്നൈ ഒരു പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ആണ് ഇറങ്ങുന്നത്. ഇന്ന് ജയം അനിവാര്യമാണ്. ചെന്നൈയിലേക്ക് വന്നാൽ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ഫോം അവർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുത്ത രവീന്ദ്ര ജഡേജയുടെ പ്രകടനമുണ്ട്. ശിവം ദുബെ ഫോം ആയാൽ ടീം വലിയൊരു സ്കോറിലേക്കൊക്കെ പോകുന്നൊരു കാഴ്ച. അതുപോലെ തന്നെ ബൗളർമാർ അവരും മികച്ച ഫോം തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ചെന്നൈയുടെ പ്രകടനത്തെ എങ്ങനെയായിരിക്കും താങ്കൾ നോക്കിക്കാണുക? ചെന്നൈക്കാണ് നിർണായകം ഇന്നത്തെ മത്സരം. ഇന്ന് വിജയിക്കുകയാണെങ്കിൽ അടുത്ത ഒരു ടീമായിട്ട് ചെന്നൈക്ക് പ്ലേ ഓഫില് പ്രവേശിക്കുന്ന ഒരു ടീമായിട്ട് മാറുന്നു. അപ്പൊ ചെന്നൈക്ക് സമ്മർദ്ദം കൂടുതലാണ്. ഗുജറാത്തിന് തീർത്തും ഈ മത്സരം വിജയിക്കുക, RCBക്ക് എന്ന പോലെ തന്നെയാണ് ഗുജറാത്തിനും. മത്സരം വിജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഗുജറാത്തും ഇറങ്ങുക. പക്ഷെ ചെന്നൈക്ക് അങ്ങനെയല്ല. പ്ലേ ഓഫ് സാധ്യത നിലനിർത്തുന്ന ഒരു ടീമായിട്ട് മാറണമെങ്കിൽ ഇന്നത്തെ മത്സരം ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ ഇന്ന് കൂടുതൽ സമ്മർദ്ദത്തിൽ കളിക്കുക ചെന്നൈ തന്നെയായിരിക്കും. പക്ഷെ ആ സമ്മർദ്ദത്തിനെയൊക്കെ അതിജീവിച്ച് കളിക്കാനുള്ള താരങ്ങളാണ് ചെന്നൈയുടേത്. പ്രത്യേകിച്ച് ഋതുരാജ് ഗെയ്ക്വാഡിന്റെ അദ്ദേഹത്തിന്റെ ഫോം മികവ്. കൂടാതെ നമ്മൾ ഇന്ന് വിമർശിക്കുന്നത് മഹേന്ദ്ര സിംഗ് ധോണിനെയാണ്. പല സോഷ്യൽ മീഡിയ സൈറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നു അദ്ദേഹം എന്തിനാണ് ലോവർ ഓർഡർ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നതെന്ന്, എന്തിനാണ് അദ്ദേഹം ടീമിന് ഇത്ര പിന്നോട്ട് പോയി ബാറ്റ് ചെയ്യുന്നത്. പക്ഷെ സാഹചര്യം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഓർഡർ ഉയരാനായിട്ട് ടീം മാനേജ്മെന്റ് തീരുമാനിക്കും. പക്ഷെ ധോണിയുടെ പ്രസൻസ് ചെന്നൈക്ക് എന്നും അതൊരു ഗുണം തന്നെയാണ്. അദ്ദേഹം വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കുമ്പോൾ തന്നെ ക്യാപ്റ്റന്റെ ഒരു റോളും കൂടെ അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഋതുരാജ് ഗെയ്ക്വാഡ്, മഹേന്ദ്ര സിംഗ് ധോണി, ജഡേജ, ദൂബെ, കൂടാതെ റഹാനെ അടങ്ങുന്ന കരുത്തരായിട്ടുള്ള ഒരു ചെന്നൈ ടീമാണ്. മറുവശത്ത് അങ്ങനെയല്ല, തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു ടീം ഗുജറാത്ത്. ശുഭ്മാൻ ഗിൽ അല്ലെങ്കിൽ സായി സുദർശൻ ഇങ്ങനെയുള്ള താരങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമായിട്ട് മാറുന്നു ഗുജറാത്ത്. ക്രിക്കറ്റാണ്, T20 ഗെയിമാണ്, എന്തും സംഭവിക്കാം. ഏത് ടീമിനെ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. പക്ഷെ ഇന്നത്തെ മത്സരം ഏറെ നിർണായകമാകുക തീർച്ചയായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സിന് തന്നെയായിരിക്കും. ഇന്നത്തെ മത്സരത്തിന് മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ, അതായത് T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ആയതിനു ശേഷമുള്ള ശിവം ദുബെയുടെ പ്രകടനത്തെ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വിമർശനം ഉയരുന്നുണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിലൊന്നും വേണ്ട രീതിയിൽ തിളങ്ങിയില്ല എന്ന തരത്തിലുള്ള പ്രചരണം അല്ലെങ്കിൽ അങ്ങനത്തെ വാർത്തകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ദുബെയുടെ ഇന്നത്തെ ഒരു പ്രകടനം എങ്ങനെയായിരിക്കും, അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കുകയാണത്? അല്ലെ, വിമർശിച്ച താരങ്ങളെല്ലാം തന്നെ ഇപ്പൊ പെർഫോം ചെയ്തു തുടങ്ങി. ഇനിയിപ്പം ബാക്കിയുള്ളത് മുംബൈ ഇന്ത്യൻസിന്റെ താരങ്ങൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ശിവം ദുബെ പോലുള്ള ഒരു ഓൾറൗണ്ടർ, അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ്, അദ്ദേഹത്തിന് നല്ല ഇന്നിങ്സുകളൊക്കെ ചെന്നൈക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിലും അദ്ദേഹത്തിന്റെ ഫോം മികവ് അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ സാധിക്കും. മാത്രമല്ല ബോളിങ്ങിലും അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബോളിങ്ങും ഓൾറൗണ്ടറാണ്, മികച്ച ഓൾറൗണ്ടറാണ്. അപ്പൊ അദ്ദേഹത്തിനും കോൺഫിഡൻസ് ലെവൽ ഉയർത്താനായിട്ട് ഗുജറാത്തിനെതിരെ അദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞാൽ അത് ഏറെ ഗുണം ചെയ്യുക വരാൻ പോകുന്ന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന് തന്നെയായിരിക്കും. അപ്പൊ ശിവം ദുബെ പോലെയുള്ള താരങ്ങളാണ് ഇനി ഫോമിലോട്ട് വരേണ്ടത്.
രോഹിത് ശർമ്മയെ പോലെയുള്ള താരങ്ങൾ ഇനിയും ഫോം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളും ഫോം മികവിലോട്ട് വരേണ്ടിയിരിക്കുന്നു. അത് വളരെ അനിവാര്യമാകുന്ന ഒരു IPL ആയിട്ട് കൂടെ മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് മാത്രമല്ല, പ്ലേ ഓഫ് സാധ്യത അതും നിലനിർത്താനായിട്ട് പല ടീമുകളും ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ പെർഫോം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, താരങ്ങളുടെ പെർഫോമൻസും പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെന്നൈക്ക് അല്ലെങ്കിൽ ദുബൈക്കൊക്കെ നിർണായകമാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നിർണായകം ശുഭ്മൻ ഗില്ലിനും കൂടിയാണ്. കാരണം അദ്ദേഹവും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി വലിയ മികച്ച ഫോമിലല്ല. അതുകൊണ്ട് ഇന്ന് ഗില്ലിനും നിർണായകമല്ലേ അല്ലേ? എല്ലാ മത്സരങ്ങളും എല്ലാ താരങ്ങൾക്കും, പ്രത്യേകിച്ച് ശുഭ്മാൻ ഗിൽ ഇപ്പൊ ലോകകപ്പ് ടീമിൽ ഇല്ലെങ്കിലും അദ്ദേഹം ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് ടീമിലുണ്ട്. പക്ഷെ പെർഫോമൻസിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ശുഭ്മാൻ ഗില്ലിനെ പോലെയുള്ള ലോകോത്തര അദ്ദേഹത്തിന്റെ കഴിവ് നമ്മൾ എല്ലാവരും അറിയുന്നതാണ്. ഇത്ര മികച്ച ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ ഷോട്ടും ഏത് സമയത്തും അനിവാര്യമായിട്ടുള്ള ഘട്ടത്തിൽ കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ് ശുഭ്മാൻ ഗിൽ. അപ്പോൾ ടീമിന് അനിവാര്യമാണ് ശുഭ്മാൻ ഗില്ലിനെ പോലെയുള്ള താരത്തിന്റെ പെർഫോമൻസ്. ആ താരം അദ്ദേഹത്തിന്റെ ഫോം മികവ് അദ്ദേഹം പെർഫോം ചെയ്യേണ്ടിയിരിക്കുന്നു ഏറ്റവും മികച്ച രീതിയിൽ. ഒരു എന്താ പറയുക, വളരെ ഭംഗിയാണ് അദ്ദേഹം ആ ഒരു ഇന്നിങ്സ് പെർഫോം ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട്. കാരണം ഇത്ര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു താരം വേറെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ശുഭ്മാൻ ഗില്ലിനെ പോലെയുള്ള ഒരു താരം ഫോമിലോട്ട് ഉയരേണ്ടത് അനിവാര്യമായിരിക്കുന്നു. എന്തായാലും അതുതന്നെയാണ്. കാരണം ചെന്നൈക്ക് നിർണായകമാണ്, ഗില്ലിനും ദുബൈക്കുമൊക്കെ ഇന്ന് നിർണായകമാണ്. കാരണം ചെന്നൈക്ക് ഇനി പ്ലേ ഓഫിലേക്ക് കയറണമെങ്കിൽ ഇന്ന് വളരെ ജയം അനിവാര്യം തന്നെയാണ്. എന്തായാലും ആ മത്സരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ അറിയേണ്ടതുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ, അതായത് ഇന്നത്തെ നടക്കാനിരിക്കുന്ന ചെന്നൈ ഗുജറാത്ത് മത്സരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ 8:15 നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ IPL ആവേശത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.